കഴിഞ്ഞു, മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇന്നും നാളെയും ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രൗഢഗംഭീരമായ ഉത്ബോധനം അല്ലെങ്കിൽ മതപ്രഭാഷണം നടക്കുന്നു. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അതിൻ്റെ വഴിക്ക് നമുക്ക് ഈ പരിപാടികൾ തുറന്ന് തരണം. അത് തരുന്ന ചെയ്യും. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി എൻ്റെ മഹലിൽ കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി ഒരു പരിപാടിക്ക് വന്നു. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ തിരക്കൽക്കടയിൽ ഒരു ദിവസം കിട്ടിയത് വലിയ ഒരു കിട്ടലായി. ഒരു ചെറിയൊരു കാര്യമായിരുന്നു. ഒരു മദ്രസ, മദ്രസക്ക് സ്ഥലം വാങ്ങി അവിടെ ഒരു മദ്രസ ഉണ്ടാക്കണം. അതിനുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇവരെ കൊണ്ടുവന്നൊരു പരിപാടി നടത്തുന്നത്. ഈ ചെറുപ്പക്കാർക്ക് വലിയൊരു ആവേശമാണ്. കുറേ ആൾക്കാർ ദീനീ രംഗത്തിൻ്റെ പ്രവർത്തകരായി മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് ഡേറ്റ് തന്നു. അതനുസരിച്ച് അവിടെ നടത്തി. അൽഹംദുലില്ലാഹ് അത് വിജയിപ്പിച്ചെടുക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സാധിക്കുകയും ചെയ്തു. അങ്ങനെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വാഫി കോഴ്സ്, ആ വാഫി സിലബസ് അനുസരിച്ചുള്ള അറബി കോളേജ് നമ്മളിവിടെ ആരംഭിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സംരംഭമാണ് ദീനീ വിദ്യാഭ്യാസ കലാലയങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആത്മീയവും ഭൗതികവുമായ സമന്വയ വിദ്യാഭ്യാസം സിലബസ് അതനുസരിച്ചാണ് ഈ വാഫിയും അതുപോലെ തന്നെ ദാറുൽ ഹുദവി ബിരുദവും അങ്ങനെ പലതും. അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിൽ രണ്ട് വിദ്യാഭ്യാസവും അഭ്യസിക്കാൻ, അതിന് പുറമെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറാൻ, ദീനീ ദഅവത്തിന് ഉപകാരപ്പെടാനൊക്കെ അത് സഹായകമായിട്ടുണ്ട് നമ്മുടെ അനുഭവത്തിൽ. അങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ സ്ഥാപനം തുടങ്ങി വെച്ചുള്ള അതിൻ്റെ വാർഷികം എന്ന നിലക്കാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ച ആ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി അവനവനാൽ കഴിയുന്ന രീതിയിൽ അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവനവനാൽ കഴിയുന്നതൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അതിനുള്ള ഉത്ബോധനം നടത്താൻ വേണ്ടിയും തന്നെയുമല്ല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾക്ക് ചെന്ന് ഖബർ ജീവിതത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ നമുക്കൊക്കെ നമ്മുടെ ജീവിതം ആത്മീയമായി ചിട്ടപ്പെടുത്താൻ ഇതൊക്കെ ഉപകരിക്കും. തീർച്ചയായും ഇത് അങ്ങനെയുള്ള പല ഗുണങ്ങളുമുള്ളൊരു സംഗമമാണിത്. അതിനൊക്കെ പുറമെ നമ്മളിങ്ങനെ കൂടിയിരുന്നു കൊണ്ട് നമുക്ക് ദീനിയായി ഈ പ്രചോദനമൊക്കെ നൽകിയ, നമ്മൾ കടന്നുപോയ, നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ, നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, പഠിക്കാനും പഠിപ്പിക്കാനും സഹായിച്ച ദീനീ സ്നേഹികൾ, അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മളൊക്കെ നല്ലവരായി കാണാൻ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ വളരെ ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത മാതാപിതാക്കൾ, മരിച്ചുപോയ പലരും, അവരൊക്കെ അനുസ്മരിക്കാൻ, അവർക്കൊക്കെ ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ദുആ ഇറക്കാനൊക്കെ കിട്ടുന്ന ഇത്രയും വലിയ സദസ്സിൽ ഒരു ആമീൻ പറയാൻ, ദുആ ചെയ്യാനൊക്കെ എത്ര ഫാത്തിഹ നമ്മൾ പോതി, എത്ര ഇഖ്ലാസ് ഓതി, ഇത്രയും ആൾക്കാരുള്ള സദസ്സിൽ അതൊക്കെ ചില്ലറ കിട്ടലല്ലോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതൊക്കെ വലിയ കിട്ടലാണ്. അതൊരു ഗുണം. അതിന് പുറമെ ഇങ്ങനെ ഒരു ഉത്ബോധനം നടക്കുന്നു. നമ്മൾ മഹത്തായ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ്. അതിൻ്റെ പരിപോഷണത്തിന് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് നമുക്ക് എല്ലാ നിലക്കും ഇത് വളരെ സന്തോഷദായകമായ ഒരു സംരംഭമായി എല്ലാവരും മനസ്സിലാക്കുക. ഇതിനു വേണ്ട എല്ലാ ഒത്താശകളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഇതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല നാഫിയായ ഇൽമും അദബും ശോഭനമായ ഭാവിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിവിടെ തുടങ്ങി വെച്ച സ്ഥാപനം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാൻ അല്ലാഹു തആല എല്ലാവിധ ത്രാണിയും അതിനുള്ള എല്ലാവിധ സൗഭാഗ്യവും ഈ പാവങ്ങളായ നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നമുക്കും മഗ്ഫിറത്തും നൽകി നമ്മളെല്ലാവരെയും അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നമ്മുടെ മുഖ്യ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ബഹുമാനപ്പെട്ടവരെ ആദരപുരസ്സരം ഈ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. കേൾക്കുന്തോറും ജനമനസ്സുകളിൽ മാറ്റത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുന്ന പ്രസംഗവേദിയിലെ ചക്രവർത്തി, തെക്കൻ കേരളത്തിന്റെ വരദാനം ഉസ്താദ് എം നൗഷാദ് ബാക്കവി ചിറകൻകീഴ് സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാദരം അധ്യക്ഷന്റെ അനുമതിയോടെ പ്രസംഗ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأخيار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ما رأيت منظرا قط إلا والقبر أفضل منه كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه وأتباعه أجمعين.
يا زينة الكونين جد لي وافرا يا بهجة الدارين كلي ناصرا يا غافر اللامسين كلي غافرا جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مشيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نتفي بها غرا وبال حاتما المصطفى والمرتضى وابناهما والفاطمة മാനവനുള്ളിലെ മാണിക്യ കനിനൂറേ മന്നാന്റെ മാതുര്യമേറും കാരുണ്യപ്പൂവോരേ പാടുന്നു ഞങ്ങളി രാവിൽ ഞാൻ വീനൂറേ ഓതുന്നോരായിരം സലാമുകൾ നിധിയോരേ പാടുന്നു ഞങ്ങളി രാവിൽ ഞാൻ വീനൂറേ ഓതുന്നോരായിരം സലാമുകൾ നിധിയോരേ പകലോനും പൗർണമി താരകങ്ങളും മങ്ങിലേ മുത്താം നബിയുടെ വജിഹിന്നോറ് തിളങ്ങിലേ ശത്രുക്കൾ പോലും പാദം വാരി പുലർന്നില്ലേ മിത്രങ്ങളായിരം ഇൽമു നേടാനണഞ്ഞില്ലേ ശത്രുക്കൾ പോലും പാദം വാരി പുണർന്നില്ലേ മിത്രങ്ങളായിരം ഇൽമു നേടാനണഞ്ഞില്ലേ ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ മഹനീയ വേദിക്ക് കാരണക്കാരനും ചെറിയ പ്രായം മുതൽ നമ്മുടെ ഈ നാട്ടിലെ നല്ല ദീനീ പ്രവർത്തന മേഖലകളിൽ തന്റെ ജീവനും ജീവിതവും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ വളരെ നാളുകൾ കൊണ്ട് നെല്ലായ ഉസ്താദ് എന്ന് വിളിച്ചു വരുന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ അവറുകളെ വളരെ മനസ്സിൽ തട്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഒത്തൊരുമയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും കുടക്കീഴിൽ നാടിനെയും നാട്ടുകാരെയും ദീനീ സ്ഥാപനങ്ങളെയും നിലനിർത്തുന്ന മനോഹരമായ വാക്കുകൾ കൊണ്ടുള്ള ഉപദേശം, അതിലുപരി ഈ സദസ്സിന് അങ്ങനെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ വളരെ പരിശുദ്ധ ഖുർആനിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോമുഖരത്തിൽ പൊട്ടിവീണ വിഷമത്തെ മാറ്റിയ
ഒരത്ഭുതകരമായ സൂറത്ത് ളുഹ ഈ മഹനീയ വേദിയിൽ സമർപ്പിച്ച് ഖിറാഅത്ത് നടത്തിയ ബഹുമാനപ്പെട്ട ഖാരി ഉസ്താദ് അവറുകൾ, പിന്നെ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയ സഹോദരൻ, പൊതുപ്രവർത്തന മേഖലകളിൽ അൽഹംദുലില്ലാഹ് തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് ദീനീ സ്ഥാപനങ്ങൾക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും ഒക്കെ മുന്നണിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മരക്കാർ മൗലവി എന്ന പ്രിയ സഹോദരൻ, മുഹമ്മദ് അലി അൻവരി ഉൾപ്പെടെ ഈ സദസ്സിൽ വന്ന മറ്റ് പ്രിയപ്പെട്ട ഷാവുൽ അമീദ് അൻവരി ഉൾപ്പെടെയുള്ള മറ്റു ഉസ്താദുമാർ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും ഇതിന്റെ പരിസര സ്ഥാപനങ്ങളുടെയും അഭിദയകാംക്ഷികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പൊതുപ്രവർത്തകർ, സാമ്പത്തികമായും അല്ലാതെയും ഏറെ ഈ സ്ഥാപനങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ വേദിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മുഹമ്മദിയ വാഫി കോളേജിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയ സഹോദരൻ അഹമ്മദ് കബീർ വാഖി ഉസ്താദിനെയും ഈ വിനീതനെയും പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആത്മീയമായ രാജകല പേര് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാരെ കൊണ്ടുവന്ന് ഈ സദസ്സിന് ഇന്നലെ ഒരു വലിയ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്ത ഒരു അനുഗ്രഹീത വേദിയാണ് അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹു തന്ന ആയുസ്സിൽ, അല്ലാഹു തന്ന പ്രഭാഷണ ജീവിതത്തിൽ, അല്ലാഹു തന്ന പ്രസംഗ മേഖലയിൽ ഈ സദസ്സിന്റെ മുന്നിൽ ഈ സ്ഥാപനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ നെല്ലായ ഉസ്താദിന്റെ സമക്ഷത്തിൽ അദ്ദേഹം നെഞ്ചിലേറ്റുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അല്ലാഹു തന്ന ഒരു അവസരം എന്റെ ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യമായി, തൗഫീഖായി ഞാൻ കരുതുകയാണ്. ഒരു യോഗ്യതയും അതിനില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തിരഞ്ഞെടുത്തതിൽ എത്ര സ്തുതിച്ചാലും, അല്ലാഹുവിനെ എത്ര നന്ദി രേഖപ്പെടുത്തിയാലും മതി വരില്ല. അല്ലാഹു പടച്ച തമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു വലിയ പറ്റം ഗുരുനാഥന്മാരുടെ പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ഖബറിലേക്ക് വെക്കാൻ ഈ വിനീതനും ഇവിടെ വന്ന നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഖബറിനുള്ളിൽ എന്ന വിഷയത്തിലേക്ക് അൽഹംദുലില്ലാഹ് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആയുസ്സിന് പരിസമാപ്തി കുറിച്ച് അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് അഥവാ റൂഹിനെ വലിച്ചൂരിയെടുത്തതിന് ശേഷം പിന്നീട് ആ ശരീരത്തെ ദുനിയാവിന്റെ തൊലിക്കുപുറത്ത് വെച്ചിരുന്നാൽ നേരത്തോട് നേരം എത്തുന്നതിന് മുമ്പ് തന്നെ ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരും എന്ന ഭയത്തോടെ അങ്ങനെ ഒരു ശരീരത്തെ വെക്കേണ്ടി വന്നാൽ ഇന്ന് ഹോസ്പിറ്റലുകളിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സംവിധാനങ്ങൾ പോലും തോറ്റുപോകുന്ന തരത്തിൽ ആ ശരീരം തന്റെ വൃത്തികെട്ട ദുർഗന്ധത്തെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു ഭയം കുടുംബക്കാരുടെ മനസ്സിനെ വരെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെട്ട എന്തൊക്കെ സംഭവിച്ചാലും അടർത്തി മാറ്റാൻ കഴിയാത്ത ബന്ധത്തിന്റെ ഉടമസ്ഥരായ ഉപ്പയെ, ഉമ്മയെ, മക്കളെ, കുടുംബത്തെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ മുഴുവനും അല്ലാഹുവിന്റെ പള്ളിയുടെ ചുറ്റുമുള്ള നിറഞ്ഞ കാടുകൾക്കിടയിൽ ഈ ശരീരം കൊണ്ടുപോയി വെക്കാൻ വേണ്ടി
എടുത്തിടപ്പെട്ട 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് ഈ മയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് മടങ്ങി വരിക എന്നത് കേവലം ഒരു 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതോ 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ടതോ ആ കാസറ്റ് വാങ്ങി വീട്ടിൽ പോയി സുഖലോലുപനായി കിടന്ന് കേട്ട് രസിക്കാനുള്ളതുമായ നിസ്സാരമായ സംഭവം അല്ല. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലേക്ക് ഞാനും നിങ്ങളും പോയി കിടക്കേണ്ടുന്ന ഖബർ ഇന്നതിന്റെ രൂപവും അതിന്റെ ഭാവവും അതിന്റെ വലിപ്പവും മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരണം. അങ്ങനെ നിറച്ചു വെച്ച ആ ചിന്തയിൽ മനസ്സ് നീറിയിട്ടല്ലാതെ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടല്ലാതെ ഈ സദസ്സിൽ നിന്ന് ഞാൻ പിരിയില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീരുമാനമെടുക്കണം. സഹാബികൾ പറയുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാരി. അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരന്റെ മയ്യത്തും കൊണ്ട് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഫംദഹൈനാ ഇലൽ ഖബർ. ആ മയ്യത്തിനെയും കൊണ്ട് ഞങ്ങൾ ഖബറിന്റെ അരികിലെത്തി. ആ മയ്യത്തിനെയും കൊണ്ട് ഞങ്ങൾ ഖബറിന്റെ അരികിലെത്തി. ആ മയ്യത്തിന് അല്ലാഹു കൊടുത്ത സൗഭാഗ്യം. ആരാണ് കൂടെ സഞ്ചരിക്കുന്നത്? ആ മയ്യത്തിനെയും ചുമന്നുകൊണ്ട് പോകുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിന്നെ പ്രിയപ്പെട്ട സൽക്കർമ്മകാരികളായ സഹാബത്തുമാണ്. ആ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ ഖബർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഖബർ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മയ്യത്തിന്റെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നു, മുത്തുനബിയെ ആ മയ്യത്തിനെ കുറച്ചു നേരം അങ്ങിവിടെ നിന്ന് മാറ്റിവെക്കണം, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ ഭാഗത്തിരുന്നു. വജലസിനാ ഹൗലാ, ഞങ്ങളും ആ മുത്തായ തങ്ങളുടെ ചുറ്റുമിരുന്നു. സഹാബികൾ പറയുന്നു, ആ മയ്യത്തിനെ നിരത്ത് വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു. ഞങ്ങളും ആ പ്രവാചകന്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നു. കാരണം മയ്യത്ത് അടക്കുന്നതിന് മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് മയ്യത്തിനെ നോക്കി, മയ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഖബറിലേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനുള്ളിലെ ജീവിതത്തെ കുറിച്ച് ഒരു നസീഹത്ത്, ഒരു പ്രഭാഷണം തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് നടത്തി കൊടുക്കുകയാണ്. ഖബറിനുള്ളിലെ ഒരു പ്രഭാഷണം, ഖബറിനുള്ളിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച്, അതിശയങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താൻ പോവാണ്. അന്ന് മുത്തായ തങ്ങളെ നടത്താൻ പോകുമ്പോൾ പ്രവാചകരുടെ മുമ്പിൽ ഇരുന്ന പ്രിയപ്പെട്ട സഹാബികളുടെ കണ്ണ് നിറഞ്ഞു. ആ കണ്ണുകൾ പുറത്തേക്ക് വന്നു. മുഖത്ത് ഭയം തളം കെട്ടി നിന്നു. ഇന്ന് എന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെയല്ല, വളരെ ലാഘവത്തോടു കൂടിയിരിക്കുന്നവരെ പോലെയല്ല, ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ഞങ്ങൾ എത്ര കേട്ടതായെന്ന ഗൗരവമില്ലാത്ത ചിന്തയോടെ കൂടി ഇരിക്കുന്നവരെ പോലെയല്ല, വല്ലാത്ത ഭയഭക്തിയോടുകൂടി മനസ്സ് വല്ലാതെ ഭയം വിറച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ മുത്തായ തങ്ങളുടെ അതരമുടികളിലേക്ക് ഇങ്ങനെ വീക്ഷണത്തോടുകൂടി കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബികളെ, ഈ മയ്യത്തിനെ ഞങ്ങൾ കൊണ്ടുവന്ന ഖബറിലേക്ക് ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞു മണ്ണ് വാരിയിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ഖബറിലേക്ക് 2 മലക്കുകൾ വരും. ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദ്രസാ തലത്തിൽ വളരെ ചെറിയ ക്ലാസുകൾ മുതൽ പഠിച്ചിരുന്ന പാഠത്തിലൂടെ നമുക്കറിയാം, ആ ഖബറിന്റെ അകത്തേക്ക് മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന 2 മലക്കുകൾ കടന്നു വരുന്നതാണ്. അതിനെ വിധങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബികളോട്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ അത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ 2 മലക്കുകൾ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരും. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരുടെ രൂപവും അവരുടെ ഭാവവും അവരുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യതയും അവരുടെ ചോദ്യത്തിന്റെ വലിപ്പവും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മർമ്മപ്രധാനമായ ഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. മനസ്സിന്റെ ഉള്ളറയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആ ഖബറിനെ കുറിച്ച് മോശമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ
ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഗൗരവത്തോടെ ഏറ്റവും വലിയ വേദനയോടെ ആ ഖബർ ജീവിതത്തെ സന്തോഷത്തിലാക്കാനുള്ള പരിശ്രമത്തോടെ പിരിയാനുള്ള കൊതി കൊണ്ടാ പറയുന്നേ. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മലക്കുകൾ അതിനകത്തേക്ക് കടന്നു വരിക? ഒരു മനുഷ്യന് പോലും കിടക്കാനിടമില്ലാത്ത, തിരിയാനും മലക്കാനും സ്ഥലമില്ലാത്ത 6 മണ്ണിന്റെ ഉള്ളറയിൽ ഭയാനകരമായ രൂപത്തോടെ 2 മലക്കുകൾ അങ്ങനെ കടന്നു വരുമെന്ന് ചോദിച്ചാൽ, ഈ സരസിന്റെ ഉള്ളിൽ 1,00,000 മലക്കുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1 കോടി മലക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് സ്വർഗത്തിന്റെ വേദിയെന്ന് അന്വേഷിച്ചുകൊണ്ട് പറന്നിറങ്ങുന്ന കോടിക്കണക്കിന് മാലാഖമാർ അൽഹംദുലില്ലാഹ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ സ്വർഗീയ വേദിയിൽ നിന്ന് പറന്നിറങ്ങുന്നുണ്ട്. പക്ഷേ അതിന്റെ വലിപ്പവും അതിന്റെ ഗുണനിലവാരവും അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. 2 ഭയാനകരമായ രൂപത്തോടെ 2 മലക്കുകൾ ആ ഖബറിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പ്രിയപ്പെട്ട മയ്യത്തിനോട്, ഞങ്ങൾ ഇപ്പോൾ അടക്കാൻ പോകുന്ന മയ്യത്തിനോട്, നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്, നിന്റെ കിബില ഏതാണ്, നിന്റെ ഇമാം ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ പ്രിയപ്പെട്ട മയ്യത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നു, പഠിച്ചതൊന്നും ഓർമ്മയില്ല, ജീവിതത്തിൽ ചെയ്തു പോയ അമലുകൾ മാത്രമായി 6 മണ്ണിന്റെ കത്തളത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ചെയ്തുപോയ അമലുകളല്ലാതെ, ചെയ്തുപോയ പ്രവർത്തനങ്ങളല്ലാതെ ഒന്നുമില്ലാതെ 6 മണ്ണിന്റെ കത്തളത്ത് ആ പ്രിയപ്പെട്ട മയ്യത്ത് ചെന്ന് കിടക്കുമ്പോ ഈ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ ആരോരുമില്ലാത്ത ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞാൽ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞാൽ, എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞാൽ, ഖുർആൻ ഇമാമി, എന്റെ ഇമാം പരിശുദ്ധ ഖുർആനാണെന്ന് പറഞ്ഞാൽ, വൽ കഅബതു ഖിബ്ലതി, എന്റെ ഖിബ്ല കഅബയാണ്, കഅബയാണ് എന്റെ ഖിബ്ല എന്ന മറുപടി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്. മുത്തായ തങ്ങൾ പറയുന്നു, സഹാബികളെ, ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്ന മലക്കുകളോട് അള്ളാഹു പറയുമത്രേ, വഫ്രിശൂ ലഹു മിൻ ഫിറാസിൽ ജന്ന, വേണ്ട, ആ മയ്യത്തിനെ മണ്ണിൽ കിടത്തരുത്, ആ മയ്യത്തിനെ മണ്ണിൽ കിടത്തരുത്, ആ മയ്യത്തിന് മണ്ണിൽ കിടക്കാനുള്ളതല്ല, ആ മയ്യത്തിന് വിരിച്ചു കൊടുക്കാൻ ഞാൻ വിരിപ്പ് കൊടുത്തേക്കുകയാ, ആ മയ്യത്തിന് വിരിക്കാൻ ആ സ്വർഗത്തിന്റെ വിരിപ്പ് കൊടുത്തേക്കുകയാ, ആ മയ്യത്തിന് ഒരിക്കലും മണ്ണിൽ കിടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാലാഖമാര് ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ ശരീരം ഉയർത്തിയിട്ട് ആ വിരിപ്പിലേക്ക് ആ മയ്യത്തിനെ കിടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, തങ്ങന്മാർ, പാവപ്പെട്ട സാധുക്കളായ നമ്മൾ 7 മണിക്ക് ഈ ഗ്രൗണ്ട് നിറഞ്ഞുവെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ചെന്ന് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് വിരിപ്പ് കൊണ്ടുവന്ന് അതിൽ കിടക്കാനുള്ള മഹാഭാഗ്യം ഈ മഹനീയമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അങ്ങനെ ആ മറുപടി കൊടുത്ത മയ്യത്തിനെ മലക്കുകൾ എടുത്ത് ഇങ്ങനെ ഉയർത്തുകയാണ്. നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ പച്ചമണ്ണിൽ കൊണ്ടുപോയി അടക്കിയിട്ട് നമ്മളെല്ലാം തിരിച്ചു പോകുന്നവരാണ്. പക്ഷെ അവിടെ ഉമ്മയുടെ, ഉപ്പയുടെ കുടുംബത്തിന്റെ മയ്യത്തിനെ ഇങ്ങനെ എടുത്തുയർത്തുകയാണ്. സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചിട്ട് ആ വിരിപ്പിലേക്ക് ആ മയ്യത്തിനെ എടുത്ത് കിടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, അല്ല വിളിച്ചു പറയും, അത്രേ വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ ആ 6 മണ്ണാകുന്ന ഖബറിന്റെ കത്തളത്തിലേക്ക് തുറന്നു കൊടുക്കുക. ആരും സഹായത്തിനില്ലാതെ ഇരുട്ടറയിൽ കിടന്ന് വളരെ വേദനയോടെ പ്രയാസപ്പെട്ട് കഴിയുന്ന നിനക്ക് ഇതിനൊക്കെ നീ മറുപടി കൊടുത്തു പോയാൽ, ചോദ്യങ്ങൾ ഇത് മാത്രമല്ല, പക്ഷേ പഠിക്കുന്നതിനും ഭയപ്പെടുത്തുന്നതിനും മുന്നറിയിപ്പുകൾ തരുന്നതിനും വേണ്ടി ഈ ചോദ്യങ്ങളെയാണ് കിതാബിന്റെ ഉള്ളറകളിൽ മഹാന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബിയ, അല്ലാഹുവിന്റെ റബ്ബാണ്, ഖുർആനിന്റെ ഇമാമാണെന്നൊക്കെ പറയുന്നവർക്ക് സ്വർഗത്തിന്റെ വാതിൽ 6 മണ്ണിന്റെ കത്തളത്തിലേക്ക് തുറന്നു കൊടുക്കുകയാണ്. ഇളം തന്നെ ഇങ്ങനെ അടിച്ചു വീശുകയാ, സ്വർഗത്തിന്റെ സുഗന്ധം പരത്തുന്ന മന്ദമാരുതനാ ഖബറിന്റെ കത്തളത്തിലേക്ക് ഇങ്ങനെ അടിച്ചു വീശുകയാണ്. എന്തോ ഒരു സുഖമായിരിക്കും പ്രിയപ്പെട്ടവര്. കുടുംബത്തെ മറന്ന സങ്കടം തീരാൻ, ബന്ധുക്കളെ മറന്ന സങ്കടം തീരാൻ ആ ഖബറിന്റെ ഉള്ളറയിൽ എല്ലാവരും ആനന്ദ നിർവൃതിയിൽ അൽഹംദുലില്ലാഹ് ഉല്ലസിക്കാൻ കഴിയുന്നതാ. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്. ചെറിയ ഒരു കൊള്ളിക്കഷണം മുത്തായ തങ്ങൾ കയ്യിലെടുക്കുന്നു.
എന്നിട്ട് ആ മണ്ണിൽ ഇങ്ങനെ ആ കൊള്ളിക്കഷണം കുത്തുകയാണ്. അതൊടിഞ്ഞു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. സഹാബികൾ ചോദിക്കുന്ന നബിയെ, സന്തോഷത്തോടുകൂടി ഖബറിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നബിയെ, വളരെ സന്തോഷത്തോടുകൂടി ആ മയ്യത്ത് കൊടുക്കുന്ന മറുപടിയും അതിന് പകരം അല്ലാഹു കൊടുക്കുന്ന സമ്മാനവും ഖബറിനുള്ളിലെ സമ്മാനവും പറഞ്ഞുകൊണ്ടിരുന്ന നബിയെ, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പെട്ടെന്ന് കരഞ്ഞിറന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ആ ഖബറിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അടുത്ത ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോ ഈ കിടക്കുന്ന മയ്യത്തിനെ കൊണ്ടിറക്കി വെക്കുന്ന ആ പച്ചമണ്ണാകുന്ന ആറ് മണ്ണ് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കിടന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുന്ന ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിച്ചു കൊള്ളുക. ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിച്ചു കൊള്ളുക. ഒരൽപ്പം ഭയം പോലും മനസ്സിന്റെ അകത്ത് വരാറ് മാരാരമംഗലത്തിന്റെ പാടം നിറഞ്ഞു കവിഞ്ഞ ഈ ജനസാഗരത്തിനോട് ഞാൻ വേദനയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാ. ഇന്ന് നേരം പുറന്നെത്ത ഈ സമയമായി ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ, സംസാരിക്കുമ്പോ, നിസ്കാരം ഒഴിവാക്കുമ്പോ, തമാശ പറയുമ്പോ, പൊട്ടിച്ചിരിക്കുമ്പോൾ, ഹറാമ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിന്റെ മനോമുഖരത്തിന്റെ ഉള്ളറയിൽ എവിടെയെങ്കിലും നീ പോയി കിടക്കേണ്ടുന്ന ഖബറിന്റെ ചിത്രവും ചിന്തവും എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ടുണ്ടോ? ഈ ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയാൻ. സഹാബികൾ പറഞ്ഞു, നബിയെ ഇവിടെ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി കൊടുക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹു കൊടുത്തു വിടുക. സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു തരിക. സ്വർഗത്തിന്റെ സുഖവും സന്തുഷ്ടിയും സംതൃപ്തിയും അല്ലാഹു ആരുടെ മണ്ണിന്റെ അകത്തിളത്തതെന്ന് അതിനെ വിശാലമാക്കി തരുന്നത് ഇത് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ധൈര്യത്തോടെ ഈമാനിന്റെ പവറോട് കൊടുക്കുന്നവർക്കാണ്. എല്ലാവർക്കും ആ മറുപടി കൊടുക്കാൻ കഴിയില്ല. എല്ലാവർക്കും ആ മറുപടി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. സഹാബികൾ ചോദിക്കുന്നു, നബിയേ, ആ മറുപടി കൊടുക്കാൻ കഴിയാത്തതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങി, ദുനിയാവിൽ അല്ലാഹു തന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങി, ദുനിയാവിൽ അല്ലാഹു ഒരുക്കി തന്ന സർവ്വ അനുഗ്രഹങ്ങളും അനുഭൂതികളും എന്ന് പറഞ്ഞ് നന്ദി കെട്ടവരായി ജീവിച്ചവർക്ക് ആ ഖബറിന്റെ കത്ത് കിടന്ന് മറുപടി പറയാ പറ്റോ? എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ളുഹറവിടുന്ന നമസ്കരിച്ചത്, അസ്റവിടുന്ന നമസ്കരിച്ചത്, സുബഹി എങ്ങനെയാ നമസ്കരിച്ചത്, മഗ്‌രിബിടുന്ന നമസ്കരിച്ചത്, മനസ്സിന്റെ അകത്തുനിന്ന് കണക്ക് കൂട്ടി നോക്കണം. അല്ലാഹു പടച്ചതമ്പുരാൻ ഇന്ന് വരെ നിനക്ക് വേണ്ടി കണക്ക് നോക്കാതെ വാരിക്കോരി തന്ന അനുഗ്രഹത്തിന് പകരമായിട്ട് അൽഹംദുലില്ലാഹ് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ നിനക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ പറ്റുമോ? മഗ്‌രിബ് നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങുമ്പോ ചാനലുകൾക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് വാതിറന്ന് പൊട്ടിച്ചിരിക്കുന്ന മാരാരമംഗലത്ത് വന്ന പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹു റബ്ബി എന്ന് പറയാൻ നിനക്ക് പറ്റോ? അള്ളാന്റെ പള്ളിമുരാരത്തിലൂടെ ബാങ്ക് വിളങ്ങുമ്പോ കാൽപന്ത് കളിയുടെ ഹരമിങ്ങനെ തലച്ചോറിലേക്ക് കടന്നു വന്നിട്ട് മാസ്മരികമായ ശക്തിയോടുകൂടി കാൽപന്ത് കളിക്കുന്നവന്റെ ഫ്ലെക്സ് ബോർഡ് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് തക്ബീർ വിളിക്കുമ്പോ അള്ളാന്റെ പള്ളിമുരാരത്തിലൂടെ വിളങ്ങി കേൾക്കുന്ന ബാങ്കിന്റെ മറുപടി കൊടുക്കോ? സമയമില്ലാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സമയമില്ലാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, IPL-ലും CCL-ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തി കളാക്കിയിട്ട് ജീവിതത്തെ ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു റബ്ബി എന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? എപ്പോഴാ? ഇപ്പോൾ ഈ സരസിലിരുന്നു കൊണ്ട് പറയാൻ നിനക്ക് കഴിയുന്നതാണ്. ഇപ്പോൾ ഈ സരസിലിരുന്നു കൊണ്ട് പറയാൻ നിനക്ക് കഴിയുന്നതാ. നിന്നെ കുളിപ്പിച്ച് പൊരിഞ്ഞ് അള്ളാന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ, 6 മണ്ണിന്റെ അകത്തളത്ത് കൊണ്ടുവെക്കുമ്പോ, ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ നിനക്ക് കഴിയുമോ എന്ന് നീ ആലോചിക്കുക. എന്റെ റബ്ബ് പടച്ചോനാണെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? ദുനിയാവിൽ ആരായിരുന്നടാ നിന്റെ റബ്ബ്? ദുനിയാവിൽ ആരായിരുന്നു
അറിയുന്ന പൊന്നുപോലെ നിന്റെ റബ്ബ്. എത്രയോ പേക്കോലങ്ങൾ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരായിരുന്നു ദുനിയാവിൽ നിന്റെ സംരക്ഷകൻ? ആരായിരുന്നു ദുനിയാവിൽ നിന്റെ പടച്ചവൻ? അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയാൻ നിനക്ക് കഴിയോ? തലമറച്ച് മർത്തയിട്ട് പറതയിട്ട് ഈ സരസിൽ വന്നിരുന്നുകൊണ്ട് ഖബറിന്റെ അത്ഭുതമറിയാ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാരായ മംഗലത്ത് വന്ന പെങ്ങളെ, അല്ലാഹു ആണ് റബ്ബെന്ന് പറയാൻ നിനക്ക് പറ്റുമോ? എത്ര വക്കത്ത് നിസ്കാരം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇരിക്കട്ടെ, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മുത്തുനബി നമ്മുടെ നബിയാണെന്ന് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയാറുണ്ട്. മാരായ മംഗലത്ത് വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ